ഞാൻ പ്രശാന്തിന്റെ പേര് പറഞ്ഞത് അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവായതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ഈ ആരോപണ വിധേയനായിട്ടുള്ള പോറ്റി ആദ്യം സ്വർണം കൊണ്ടുപോയതിൽ 4.5 കിലോ സ്വർണം കൊള്ള ചെയ്തു എന്നുള്ളതാണല്ലോ ആദ്യത്തെ കേസ്. അത് വിജിലൻസിന് അറിയാമായിരുന്ന സംഭവമാണ്. അതേ മനുഷ്യന് ഈ പ്രശാന്താണ് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് വാറണ്ടി കാർഡ് അദ്ദേഹത്തിന്റെ കയ്യിലാണെന്ന് പറഞ്ഞ് ഇതേ കൊള്ളയ്ക്ക് പ്രശാന്താണ് ഇത് കൊടുത്തയക്കുന്നത്. അതുകൊണ്ട് പ്രശാന്തിനെ എനിക്ക് വിശുദ്ധനാക്കാൻ കഴിയില്ല. ഇപ്പൊ ഒരാളെ പറ്റി സംസാരിക്കാൻ പാടില്ല എന്നൊരു ചർച്ചയിൽ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ഇതേ പ്രശാന്താണ് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് 2 കൊറിയോടുകൂടിയാണ്, അത് വായിച്ചു നോക്കിയാൽ അറിയാം, പ്രശാന്ത് അറിഞ്ഞിരുന്നു ഈ കള്ളനെ സംബന്ധിച്ച്. എന്തിനാണ് അയാൾ എടുത്ത് കൊടുത്തു വെച്ചത്? അയാൾ ആരാണ് ഇതിന്റെ ആള്? ഒന്ന്. രണ്ടാമത്തത്, പിന്നെ രാഷ്ട്രീയമായി ഞങ്ങൾ ഒന്നും എതിർക്കില്ലെന്ന് പറയുന്നില്ലേ? ഇന്ന് കോടതിയിൽ കീഴടങ്ങി എന്ന് താങ്കൾ പറയുന്ന, അല്ലെങ്കിൽ SIT അറസ്റ്റ് ചെയ്തെന്ന് പറയുന്ന വിജയകുമാർ എത്ര തവണ SIT അദ്ദേഹത്തിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്? അദ്ദേഹം എന്തുകൊണ്ടാണ് അന്വേഷണത്തിന്റെ സംഘത്തിന് മുമ്പിൽ ഹാജരാവാതിരുന്നത്? അതുകൊണ്ട് ലളിതവൽക്കരിക്കാൻ ശ്രമിക്കരുത് SKN. കാരണം CPM-ന്റെ പ്രതിനിധി പറഞ്ഞോട്ടെ, അത്ര ലളിതമല്ല കാര്യങ്ങൾ. ഈ അന്വേഷണം തുടങ്ങിയ ഘട്ടം മുതൽ പല ഇടപെടലുകളും പലതരത്തിലും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ദേവസ്വം മന്ത്രിയെക്കുറിച്ച് പറയുന്നത് തൻ്റെ വകുപ്പിന് കീഴിൽ നടന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു കൊള്ള താനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറയാൻ പറ്റില്ല. പത്മകുമാറിന്റെ മൊഴി മാത്രം മതി കടകംപള്ളി സുരേന്ദ്രനെ വിളിച്ചു വരുത്തി ഒരു ചോദ്യം ചെയ്യലിന് വിധേയമാക്കാൻ. പത്മകുമാറിന്റെ മൊഴി തന്നെ വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ എനിക്ക് ഇപ്പൊ കടകംപള്ളി സുരേന്ദ്രനോട് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു വിരോധവുമില്ല. പ്രശാന്ത് എൻ്റെ ഒരു നല്ല സുഹൃത്താണ്. ഇതൊക്കെ വളരെ യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷെ ഈ കേസിൽ അവരെല്ലാം പരാമർശിക്കപ്പെടുന്നത് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ദേവസ്വം മന്ത്രിമാരും CPM-ന്റെ ഉന്നത നേതാക്കളുമായിട്ടാണ്. അതുകൊണ്ട് ഇത് അപ്പുറത്ത് വേറെ ഒരു ചായ സൽക്കാരത്തിനല്ലല്ലോ നമ്മൾ ഇരിക്കുന്നത്.